ഹലോ സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റെസൊണൻസിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. റെസൊണൻസിൻ്റെ ആപ്ലിക്കേഷൻ പറഞ്ഞു. ഓർക്കുന്നുണ്ടോ എന്തൊക്കെയായിരുന്നു എന്ന്? MRI സ്കാനിങ്ങിന് യൂസ് ചെയ്യുന്നുണ്ട്, റേഡിയോ ട്യൂണിങ്, പിന്നെ എന്താ നമ്മൾ പറഞ്ഞിട്ടുള്ളത്, സ്റ്റെതസ്കോപ്പ്, ഓൾമോസ്റ്റ് ഓൾ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമ്മൾ ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഭാഗത്തേക്കാണ് കടക്കുന്നത്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ബേസ് ചിലപ്പോൾ നമ്മൾ 9th 8th പഠിച്ചിട്ടുണ്ടാവും. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ കുറച്ചുകൂടെ ഡീപ്പായിട്ട് പോകുന്നുണ്ട്. അപ്പം മനസ്സിലാക്കി തന്നെ പോവുക. നമ്മൾ നോക്കാൻ പോകുന്നത് വേവ് മോഷനാണ്. വേവ് മോഷന് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വേവ് മോഷൻ നമ്മൾ പറയാൻ പോകുന്നത് ഒരു എക്സ്പെരിമെൻ്റ് കൂടെയാണ്. ഇവിടെ ഒരു എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് നമുക്ക് കാണാം. ഇതെന്ന് പറയുന്നത് ഒരു സ്പ്രിങ് ആണ്. ഒരു കോയിലായിട്ടുള്ള സ്പ്രിങ് തന്നെ. സ്പ്രിങ് കോയിലായിട്ട് കാണപ്പെടില്ലേ? ആ സ്പ്രിങ്ങിൻ്റെ കോയിൽസ് കാണാം. ഇവിടെ ഒരു എൻഡിൽ കാണുന്നുണ്ട് കോയിൽസ് കുറച്ച് ക്ലോസ് ആക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ കോയിൽസ് കുറച്ച് എന്താക്കി വെച്ചിട്ടുണ്ട്, അടുത്തടുത്താണ് ഇവിടെ കോയിൽസ് കാണുന്നത്. ബാക്കി നോർമലി വെച്ചു. ഇവിടെ കുറച്ചെണ്ണം ക്ലോസ് ആയിട്ട് വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ഇമേജ് നിങ്ങൾക്ക് കാണാം. ഇവിടെ കണ്ടോ, അങ്ങനെ കുറച്ച് കോയിൽസ് അടുത്ത് വെച്ചിട്ട് സ്പ്രിങ്ങിനെ വിടുകയാണ് ചെയ്യുന്നത്. ചെറിയൊരു ഫോഴ്സ് കൊടുത്ത് വിടുമ്പോൾ ഈ കോയിൽസ് ഒരു കുറച്ച് ഒരു കറക്റ്റ് ഇൻ്റർവെല്ലിൽ ഇങ്ങനെ മൂവ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഇവിടെ കണ്ടോ, കുറച്ച് ക്ലോസ് ആയിട്ടുള്ളത്, ദെൻ ഗ്യാപ്പ് വന്നു, ദെൻ ക്ലോസ് ആയിട്ടുള്ളത്, ഗ്യാപ്പ്, ക്ലോസ് ആയിട്ടുള്ളത്, ഗ്യാപ്പ്, ആ രീതിയിൽ വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചോദിച്ചിട്ടുള്ളത്, വാട്ട് ഡു യു ഒബ്സർവ്? ആർ ദ കോയിൽസ് ഇൻ ദ സ്ലിംഗി മൂവിങ് ടുവേർഡ്സ് ദ അതർ എൻഡ് അലോങ് വിത്ത് ദ ഡിസ്റ്റർബൻസ്? നമ്മൾ അവിടെ ഒരു ഡിസ്റ്റർബൻസ് കൊടുത്തു. അതായത് കുറച്ച് കോയിൽസ് ക്ലോസ് ആയിട്ട് വെച്ചിട്ട് നമ്മൾ ചെറിയൊരു ഫോഴ്സ് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ കോയിൽസ് മൂവ് ചെയ്യുന്ന സമയത്ത് ആ ഡിസ്റ്റർബൻസ് അതേപോലെ മൂവ് ചെയ്യാണ്. അതായത് ഇവിടെ കുറച്ച് ക്ലോസ് ചെയ്ത് വെച്ചപ്പോൾ അതേപോലെ മൂവ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അതാണ് പറഞ്ഞിട്ടുള്ളത്. ഇസ് ദിസ് സീൻ ദാറ്റ് ഡിസ്റ്റർബൻസ് ഫോംഡ് ഇൻ വൺ പാർട്ട് ഓഫ് ദ സ്ലിംഗി? വൺ പാർട്ടല്ലേ നമ്മൾ ആദ്യം അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നത്. സ്പ്രെഡ് ടു ദ അതർ പാർട്ടിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. വിത്തൗട്ട് എനി ഡിസ്പ്ലേസ്മെന്റ് ഓഫ് കോയിൽ. കോയിൽ മൂവ് ചെയ്യുന്നില്ല. നമ്മൾ എന്താ ചെയ്യുന്നത്, ജസ്റ്റ് ഒരു ഫോഴ്സ് കൊടുത്തിട്ട് കോയിൽ അവിടുന്ന് ചെറിയൊരു മോഷൻ പോലും ഉണ്ടാകുന്നില്ല. പക്ഷെ അതിനുണ്ടായിട്ടുള്ള ആ ഡിസ്റ്റർബൻസ് മൂവ് ചെയ്ത് പോകുന്നുണ്ട്. സോ ഹിയർ ദ എനർജി റിസീവ്ഡ് ഇൻ വൺ പാർട്ട് ഓഫ് ദ മീഡിയം, spread to the other part by transferring it to the adjacent part. അതായത് ഒരു പാർട്ടിൽ ഉണ്ടായ ഡിസ്റ്റർബൻസ് ആ ഒബ്ജക്റ്റ് മൂവ് ചെയ്യാതെ തന്നെ മൂവ് ചെയ്തിട്ട് പോവുകയാണ്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഒരു പാർട്ടിൽ റിസീവ് ചെയ്തിട്ടുള്ള എനർജി ഇല്ലേ, അത് ഡിസ്പ്ലേസ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അതായത് ആ എനർജി മീഡിയത്തിൽ നിന്ന് സ്പ്രെഡായിട്ട് ഒരു എൻഡിൽ ഉണ്ടായിട്ടുള്ളത് എനർജി ട്രാൻസ്ഫർ ആണ്. അതായത് ഒരു എൻഡിൽ ഉണ്ടായിട്ടുള്ള എനർജീനെ സ്പ്രെഡ് ചെയ്യാണ് ചെയ്യുന്നത്. സ്പ്രെഡ് ടു അതർ എൻഡ് അല്ലെങ്കിൽ അതർ പാർട്ട് ബൈ ട്രാൻസ്ഫറിങ് ഇറ്റ് ടു ദ അഡ്ജസൻറ്റ് പാർട്ട് ആൻഡ് സോൺ. അടുത്ത പാർട്ടിലേക്ക് സ്പ്രെഡ് ചെയ്തു, ദെൻ എഗെയിൻ അടുത്ത പാർട്ടിലേക്ക് സ്പ്രെഡ് ചെയ്ത് അങ്ങനെയാണ് ആ ഡിസ്റ്റർബൻസ് മൂവ് ചെയ്യുന്നത്. സോ അതിൽ നിന്ന് നമ്മൾ പറയാൻ പോകുന്നത്, ഈ എക്സ്പെരിമെൻ്റ് ചോദിക്കാറില്ല, പക്ഷെ അതിൽ നിന്നുള്ള ആ പോയിന്റ് നമുക്ക് ആവശ്യമുണ്ട്. അതാണ് വേവ് മോഷൻ ഈസ് വൺ ഓഫ് ദ മോഡ്സ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് എനർജി. അതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലായത്? വേവ് മോഷൻ എന്ന് പറയുന്നത് ഒരു മോഡ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് എനർജി ആണെന്ന് മനസ്സിലായില്ലേ? അത് മനസ്സിലാക്കാനാണ് ആ ഒരു എക്സ്പെരിമെൻ്റ് ചെയ്തത്. കാരണം അവിടെ കോയിൽ മൂവ് ചെയ്യുന്നില്ല, പക്ഷെ ആ ഡിസ്റ്റർബൻസ് മൂവ് ചെയ്യുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? എനർജി ട്രാൻസ്ഫർ ആണ്. സോ വേവ് മോഷൻ ഈസ് വൺ ഓഫ് ദ മോഡ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് എനർജി ഫ്രം വൺ പാർട്ട് ഓഫ് ദ മീഡിയം ടു അതർ പാർട്ട്. അതായത് മീഡിയത്തിൻ്റെ ഒരു പാർട്ടിൽ നിന്ന് മറ്റൊരു പാർട്ടിലേക്കുള്ള മൂവ്മെൻ്റ് ആണ്. വേവ് മോഷൻ ഈസ് ദി വൺ ഓഫ് ദ മോഡ് ഓഫ് എനർജി ട്രാൻസ്ഫർ, അല്ലെ ട്രാൻസ്ഫർ ഓഫ് എനർജി ഫ്രം വൺ പാർട്ട് ഓഫ് ദ മീഡിയം ടു അതർ പാർട്ട്. മീഡിയത്തിൻ്റെ ഒരു പാർട്ടിൽ നിന്ന് മറ്റൊരു പാർട്ടിലേക്കുള്ള മൂവ്മെൻ്റ് ആണ് എന്ത്? വേവ് മോഷൻ. എനർജീൻ്റെ മൂവ്മെൻ്റ് ആണ് വേവ് മോഷൻ. അല്ലെങ്കിൽ നമുക്ക് പറയാം ദ കണ്ടിന്യൂസ് പ്രൊപ്പഗേഷൻ ഓഫ്, സെയിം മീനിങ് ആണ്, ദ കണ്ടിന്യൂസ് പ്രൊപ്പഗേഷൻ ഓഫ് എനർജി ഫ്രം വൺ പാർട്ട് ടു ദ അതർ പാർട്ട് ത്രൂ ഓസിലേഷൻ ഈസ് കോൾഡ് വേവ് മോഷൻ. അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു പാർട്ടിൽ നിന്ന് അടുത്ത പാർട്ടിലേക്കുള്ള വേവിൻ്റെ മോഷനെയാണ് നമ്മൾ, അതായത് ഓസിലേറ്ററി മോഷനാണ് നമുക്ക് എന്ത് പറയാൻ സാധിക്കുന്നത്? വേവ് മോഷൻ.
നിങ്ങൾ ഏറ്റവും എളുപ്പമുള്ള ഇതിൽ ഏതാണോ നിങ്ങൾക്ക് എളുപ്പം അത് മനസ്സിലാക്കി വെക്കുക. വേവ് മോഷൻ ഈസ് ദി വൺ ഓഫ് ദ മോഡ് ഓഫ് എനർജി ട്രാൻസ്ഫർ, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഓഫ് എനർജി ഫ്രം വൺ പാർട്ട് ഓഫ് ദ മീഡിയം ടു അതർ പാർട്ട് ഓഫ് ദ മീഡിയം. അല്ലെങ്കിൽ നമുക്ക് പറയാം ദ കണ്ടിന്യൂസ് പ്രൊപ്പഗേഷൻ ഓഫ് എനർജി ഫ്രം വൺ പാർട്ട് ടു ദ അതർ പാർട്ട് ത്രൂ ഓസിലേഷൻ ഈസ് കോൾഡ് എന്താണ്? വേവ് മോഷൻ. സം എക്സാമ്പിൾസ് ഓഫ് വേവ് മോഷൻ ആർ ഗിവൺ. ഇവിടെ കുറച്ച് വേവ് മോഷൻ്റെ എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്, നോക്കാം. റേഡിയോ വേവ്സ്, സെക്കൻഡ് വൺ സീസ്മിക് വേവ്സ്, ദെൻ ലൈറ്റ് വേവ്സ്, സൗണ്ട് വേവ്സ്, റിപ്പിൾസ് ഓൺ ദ സർഫസ് ഓഫ് വാട്ടർ. റിപ്പിൾസ് ഓൺ ദ സർഫസ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു വാട്ടർ ബോഡിയിൽ ഒരു കല്ലിടുകയാണെങ്കിൽ അവിടെ കുറച്ച് ഓളങ്ങൾ പോലെ വരാറില്ലേ ഇങ്ങനെ. ഇതിപ്പോൾ സപ്പോസ് ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാനൊരു കല്ലിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ചുറ്റും ഇങ്ങനെ ഓളങ്ങൾ പോലെ വരാറില്ലേ, വലുതായി വലുതായി ഇങ്ങനെ പോവും. ആ ഓളങ്ങളെയാണ് നമ്മൾ റിപ്പിൾസ് എന്ന് പറയുന്നത്. സോ റിപ്പിൾസ് ഓൺ ദ സർഫസ് ഓഫ് വാട്ടർ. ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? നമ്മളെ വേവ് മോഷൻ എക്സാമ്പിളാണ്. റേഡിയോ വേവ്സ്, സീസ്മിക് വേവ്സ്. സീസ്മിക് വേവ്സ് എന്ന് പറഞ്ഞാൽ സുനാമി വേവ്സ് ആണ്. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. ദെൻ ലൈറ്റ് വേവ്സ്, സൗണ്ട് വേവ്സ്, ripples on the surface of water. Do all these waves require a medium to transfer? ഈ വേവ്സിനൊക്കെ മീഡിയം വേണോ ട്രാൻസ്ഫർ ചെയ്യാൻ? അതാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം. നമ്മൾ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം. വേവ്സ് ദാറ്റ് റിക്വയർസ് എ മീഡിയം ഫോർ ട്രാൻസ്മിഷൻ ആണ് ഫസ്റ്റ് കോളം. സെക്കൻഡ് കോളത്തിൽ എന്ന് പറയുന്നത് വേവ്സ് ദാറ്റ് ഡു നോട്ട് റിക്വയർ എ മീഡിയം ടു ട്രാൻസ്ഫർ. മീഡിയം വേണ്ടാത്തതാണ് സെക്കൻഡ് കോളത്തിൽ. നമുക്ക് തന്നിട്ടുള്ളതിൽ സീസ്മിക് വേവില്ലേ, സുനാമി വേവ്സ്, അതിന് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ മീഡിയം വേണം. ദെൻ റേഡിയോ വേവില്ലേ, റേഡിയോ വേവിന് ട്രാൻസ്ഫർ ചെയ്യാൻ മീഡിയം വേണം. വേറെ ഏതൊക്കെയുള്ളത്? റേഡിയോ, സീസ്മിക്. ദെൻ ലൈറ്റ് വേവ്, ലൈറ്റ് വേവിന് ട്രാൻസ്ഫർ ചെയ്യാൻ മീഡിയം വേണ്ട, അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ ചെയ്യാൻ മീഡിയം ആവശ്യമില്ല. ലൈറ്റ് വേവ്സ്. ദെൻ നമുക്ക് നോക്കാം സൗണ്ട് വേവ്സ്. സൗണ്ട് വേവ്സിന് ട്രാവൽ ചെയ്യണമെങ്കിൽ മീഡിയം ആവശ്യമാണ്. സപ്പോസ് ഇപ്പോൾ ഒരു വാക്വത്തിൽ പോയിട്ട് അല്ലെങ്കിൽ സ്പേസിലെ വാക്വത്തിലാണെങ്കിൽ ഞാനിപ്പോൾ സംസാരിച്ചു കഴിഞ്ഞാൽ എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ആൾക്ക് കേൾക്കാൻ സാധിക്കില്ല. കാരണം സൗണ്ട് വേവിന് ട്രാവൽ ചെയ്യണമെങ്കിൽ മീഡിയം ആവശ്യമാണ്. അപ്പോൾ മീഡിയം ഇല്ലാത്തൊരു സ്ഥലത്ത് വാക്വത്തിൽ പോയി കഴിഞ്ഞാൽ വാക്വത്തിൽ മീഡിയം ഇല്ല. സോ വാക്വത്തിൽ നിന്ന് നമ്മളൊരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് കേൾക്കാൻ സാധിക്കില്ല. കാരണം സൗണ്ടിന് പ്രൊപ്പഗേറ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ ചെയ്യണമെങ്കിൽ മീഡിയം ആവശ്യമാണ്. അതേ സ്ഥാനത്ത് വാക്വത്തിൽ ഒരു ലൈറ്റ് വേവിനെയാണ് കാണിക്കുന്നതെങ്കിൽ ലൈറ്റ് നമുക്ക് കാണാൻ സാധിക്കും. കാരണം ലൈറ്റ് വേവിന് ട്രാൻസ്മിഷൻ ചെയ്യാൻ മീഡിയം ആവശ്യമില്ല. മീഡിയം ഇല്ലെങ്കിലും ലൈറ്റ് വേവ് എന്താണ്, ട്രാൻസ്മിറ്റ് ചെയ്തോളൂ. ട്രാൻസ്മിഷൻ പോസിബിൾ ആണ്, പക്ഷെ സൗണ്ടിന് പോസിബിൾ അല്ല. സോ സൗണ്ടിന് എന്താണ്, ട്രാവൽ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ ചെയ്യണമെങ്കിൽ മീഡിയം ആവശ്യമാണ്. ഓക്കെ ആണോ? സോ സൗണ്ട് വേവ്സ് റിക്വയർസ് എ മീഡിയം ഫോർ ട്രാൻസ്മിഷൻ. അടുത്തത് റിപ്പിൾസ് ഓൺ ദ സർഫസ് ഓഫ് വാട്ടേഴ്സ്. റിപ്പിൾസ് ഓൺ ദ സർഫസ് ഓഫ് വാട്ടർ. അവിടെ വാട്ടർ ഇല്ലെങ്കിൽ റിപ്പിൾസ് ഉണ്ടാവോ? ഇല്ലല്ലോ. സോ അതിനെന്ത് വേണം? മീഡിയം ആവശ്യമാണ്. റിപ്പിൾസ് ഓൺ സർഫസ് ഓഫ് വാട്ടർ. ദെൻ മീഡിയം ആവശ്യമില്ലാത്തതിൽ വരുന്ന ഒന്നുകൂടെ എഴുതിക്കോ. മീഡിയം ആവശ്യമില്ലാത്തതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന് ട്രാൻസ്മിഷൻ ചെയ്യാൻ അല്ലെങ്കിൽ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ മീഡിയം ആവശ്യമില്ല. ഈ ടേബിൾ കംപ്ലീറ്റ് ആയി. ഈ ടേബിൾ നന്നായിട്ട് പഠിക്കുക. ടേബിൾസ് ക്വസ്റ്റ്യന് ചോദിക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് പഠിക്കുക. കാരണം ട്രാൻസ്മിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രൊപ്പഗേഷൻ ചെയ്യാൻ മീഡിയം ആവശ്യമുള്ള വേവുകളാണ് സീസ്മിക് വേവ്, സൗണ്ട് വേവ്സ്, റിപ്പിൾ ഓൺ സർഫസ് ഓഫ് വാട്ടർ. ദെൻ മീഡിയം ആവശ്യമില്ലാത്തതാണ് നമ്മുടെ റേഡിയോ വേവ്, ലൈറ്റ് വേവ്, അല്ലെങ്കിൽ നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് പറയാം. ഓക്കെ ആണല്ലോ? നോക്കാം. അടുത്തത് നമ്മൾ നേരത്തെ പറഞ്ഞു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് അതിന് ട്രാൻസ്മിറ്റ് ചെയ്യാൻ അല്ലെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ മീഡിയം ആവശ്യമില്ല എന്ന് പറഞ്ഞു. നോക്കാം. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഏതൊക്കെയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൽ വരുന്നത് എന്നറിയോ? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൽ വരുന്നതാണ്, നമുക്ക്
എഴുതാം. ഗാമ റേ, ഗാമ റേ, ഗാമ റേ, എക്സ്റേ, യു വി. യു വി എന്ന് പറഞ്ഞാൽ അൾട്രാ വയലറ്റ് ആണ്. അൾട്രാ വയലറ്റ്, ദെൻ വിസിബിൾ, IR, മൈക്രോവേവ്, ദെൻ റേഡിയോ വേവ്. ഇത്രയും വേവുകളെല്ലാം എന്തിൽ വരുന്നതാണ്? ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൽ വരുന്നതാണ്. ഈ വേവുകളെല്ലാം ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൽ വരുന്നതാണ്. നോക്കാം. റേഡിയോ വേവ്, മൈക്രോവേവ്, ഇൻഫ്രാറെഡ് റേസ്, വിസിബിൾ ലൈറ്റ്, UV റേസ്, X-ray and gamma rays are electromagnetic waves. They do not require a medium for transmission. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന് ട്രാൻസ്മിഷൻ ചെയ്യാൻ മീഡിയം ആവശ്യമില്ല. അപ്പം നിങ്ങളോട് ഇതിലുള്ള ഏത് റേ ചോദിച്ചാലും അതിനൊന്നും എന്താണ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ എന്താണ് മീഡിയം ആവശ്യമില്ല. അപ്പോൾ റേഡിയോ വേവ്, റേഡിയോ, മൈക്രോവേവ്, IR, വിസിബിൾ, UV, X-ray, ഗാമ റേ, ഇത്രയും റേക്ക് അല്ലെങ്കിൽ ഇത്രയും വേവ്സിന് ട്രാൻസ്മിഷൻ ചെയ്യാൻ എന്താണ് മീഡിയം ആവശ്യമില്ല. ഇതെല്ലാം വരുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൻ്റെ അണ്ടറിലാണ്. എന്നാൽ അടുത്തത് മെക്കാനിക്കൽ വേവ്. മെക്കാനിക്കൽ വേവ്സ് ആർ ദോസ് ദാറ്റ് റിക്വയർസ് എ മീഡിയം ഫോർ ട്രാൻസ്മിഷൻ. മെക്കാനിക്കൽ വേവ്സിന് ട്രാൻസ്മിഷൻ ചെയ്യാൻ മീഡിയം ആവശ്യമാണ്. ദെൻ മെക്കാനിക്കൽ വേവ്സ് ആർ മെയിൻലി ഓഫ് ടു ടൈപ്സ്. ദേ ആർ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ആൻഡ് ട്രാൻസ്വേഴ്സ് വേവ്. മെക്കാനിക്കൽ വേവ് എന്ന് പറഞ്ഞാൽ അതിന് ട്രാൻസ്മിഷൻ നടത്തണമെങ്കിൽ അല്ലെങ്കിൽ അതിന് പ്രൊപ്പഗേറ്റ് ചെയ്യണമെങ്കിൽ എന്താവശ്യമാണ്? മീഡിയം ആവശ്യമാണ്. അങ്ങനെയുള്ള വേവുകളെയാണ് നമ്മൾ മെക്കാനിക്കൽ വേവ് എന്ന് പറയുക. ഈ മെക്കാനിക്കൽ വേവ്സിനെ നമുക്ക് ഫർദറായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതായത് അതിന് ഐദർ നമുക്ക് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് അല്ലെങ്കിൽ നമുക്ക് എന്താണ് ട്രാൻസ്വേഴ്സ് വേവ് എന്നുള്ള രീതി, രണ്ട് രീതിയിൽ എന്താണ് ക്ലാസിഫൈ ചെയ്യാം മെക്കാനിക്കൽ വേവ്സ്. സോ മെക്കാനിക്കൽ വേവ്സ് ഇവിടെ ഒന്ന് എഴുതാം. Mechanical waves are classified into two types. First one, longitudinal wave. Longitudinal wave. Longitudinal waves. പിന്നെ എന്താണ്? Longitudinal waves and transverse wave. ഇതിന് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ മീഡിയം ആവശ്യമാണ്. അതിൽ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നോക്കാം. In figure 1.8b, did the coil in the slingy move parallel or perpendicular to the direction of propagation of wave? നോക്ക്, ഇവിടെ ഈ സ്ലിംഗി ഇല്ലേ, ഇതിലെ ഡിസ്റ്റർബൻസ് ഇല്ലേ, അല്ലെങ്കിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ള കോയിൽസ്, സ്ലിംഗിയിലുള്ള കോയിൽസ് മൂവ് ചെയ്യുന്നത് വേവിൻ്റെ ഡയറക്ഷനിൽ പാരലൽ ആണോ പെർപെൻഡിക്കുലർ ആണോ എന്നുള്ള. സപ്പോസ് നമ്മൾ വേവിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണെങ്കിൽ നമ്മൾ ഈ ഒരു ഡിസ്റ്റർബൻസ് കാണുന്നില്ലേ, ഇത് ഇവിടുന്ന് തുടങ്ങുകയാണ്, ഇങ്ങോട്ട് പോയി ഇതാ ഇങ്ങനെ പോവുക. അപ്പം ഈ രീതിയിലാണ് നമ്മൾ എന്ത് പോകുന്നത്, കോയിൽസ് പോകുന്നത്. അപ്പോൾ വേവ്സ് ഈ ഡയറക്ഷനിലാണ്, കോയിൽസ് ഈ ഡയറക്ഷനിലാണ്. ഇത് പാരലൽ ആണോ പെർപെൻഡിക്കുലർ ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇങ്ങനെയാണെങ്കിൽ അതെന്താണ്? പാരലൽ ആണ്. ദ പ്രൊപ്പഗേഷൻ ഓഫ് വേവ് ഈസ് പാരലൽ. പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഇങ്ങനെ ആവേണ്ടിയിരുന്നു. ഇങ്ങനെയാകുമ്പോൾ നമ്മൾ പെർപെൻഡിക്കുലർ എന്ന് പറയാം. പക്ഷെ ഇതെങ്ങനെയാണ്? അങ്ങോട്ട് പോവുകയാണെങ്കിൽ കോയിൽസ് ഇങ്ങോട്ടാണ് പോകുന്നത്, പാരലലാണ്. സോ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ആർ ദോസ് ഇൻ വിച്ച് ദ പാർട്ടിക്കിൾ ഇൻ ദ മീഡിയം വൈബ്രേറ്റ് പാരലൽ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ്. അതായത് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്ഷന് പാരലൽ ആയിട്ടാണ് എന്ത് മൂവ് ചെയ്യുന്നത്, പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുന്നത്. അതായത് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ആർ ദോസ് ഇൻ വിച്ച് particle in the medium vibrate parallel to the direction of propagation of wave. അതായത് വേവിൻ്റെ ഡയറക്ഷൻ ഈ ഡയറക്ഷനിലാണെങ്കിൽ നമ്മളെ പാർട്ടിക്കിൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ഈ ഡയറക്ഷനിൽ, അതായത് ഒന്ന് ഇങ്ങോട്ടേക്കാണെങ്കിൽ അടുത്തത് ഇങ്ങോട്ടേക്കാണ്. അപ്പം ഇത് രണ്ടും എന്ന് പറയുന്നത് എന്താണ്? പാരലൽ ആയിട്ടല്ലേ വരുന്നത്, പാരലൽ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ലോഞ്ചിറ്റ്യൂഡിനൽ വേവിൻ്റെ പ്രത്യേകതയാണ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ആർ ദോസ് in which particle in the medium vibrate parallel to the propagation of wave. അതായത് പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുന്നത് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്ഷന് പാരലൽ ആയിട്ടാണ്. ആ ടൈപ്പ് ഓഫ് വേവിനെയാണ് നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ?
ഇവിടെ ഒരു പിക്ചർ കാണാം. ഇത് നമ്മുടെ ട്യൂണിംഗ് ഫോക്കാണ്. ഇവിടെ കൊടുത്തിട്ടുള്ളത് ഒരു വേവ് ആണ്. സോ പ്രഷർ വേരിയേഷൻ ഒക്കർ ഇൻ ദ എയർ വെൻ ട്യൂണിംഗ് ഫോക്ക് വൈബ്രേറ്റ്. ഒരു ട്യൂണിംഗ് ഫ്രോക്ക് വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ അതിൻ്റെ അറൗണ്ടിൽ എന്തുണ്ടാകുന്നുണ്ട്? ഒരു പ്രഷർ വേരിയേഷൻ ഉണ്ടാകുന്നുണ്ട്. പ്രഷർ വേരിയേഷൻ. ലെറ്റ്സ് സീ ഹൗ ദ സൗണ്ട് ട്രാവൽ ത്രൂ എയർ. ഒബ്സർവ് ദ പിക്ചർ. In figure 1.9, as the prong of the tuning fork moves from the equilibrium position to the side A, the air pressure on that side increase or decrease ആണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ പറഞ്ഞ ഈ ട്യൂണിംഗ് ഫോക്കില്ലേ, ഇതാണ് ഇതിൻ്റെ പൊസിഷൻ. ഇതിപ്പോൾ സപ്പോസ് എയിലേക്കാണ് വൈബ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇവിടെയുള്ള എയറിൻ്റെ പ്രഷർ എന്താവും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് എയിലേക്ക് മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രഷർ എന്താവും? ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അവിടുത്തെ പ്രഷർ ഇൻക്രീസ് ചെയ്യും. തിരിച്ചത് ബിയിലേക്ക് പോകില്ലേ? ബിയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയുള്ള പ്രഷർ എന്താവും? ഡിക്രീസ് ചെയ്യും. എയിലേക്ക് പോകുമ്പോൾ ഇൻക്രീസ് ചെയ്യും, ബിയിലേക്ക് പോകുമ്പോൾ ഡിക്രീസ് ചെയ്യും. വാട്ട് അബൌട്ട് ദ എയർ പ്രഷർ ഓൺ സൈഡ് എ വെൻ ദ സെയിം പ്രോങ് മൂവ് ടു സൈഡ് ബി? അതായത് ഇതിപ്പോൾ എയിൽ നിന്ന് ബിയിലേക്ക് മൂവ് ചെയ്ത് ഇവിടെയുള്ള പ്രഷർ കുറയും. സൈഡ് എയിലുള്ള പ്രഷർ എന്താവും? കുറയും. പക്ഷെ ബിയിൽ പ്രഷർ കൂടും, എയിൽ പ്രഷർ കുറയുകയാണ് ചെയ്യുന്നത്. സോ ഡിക്രീസസ്. So when the prongs of the tuning fork vibrate continuously are in region of high and low pressure formed intermittently in the air. എന്താണ് നമ്മൾ ട്യൂണിംഗ് ഫോർക്കിൻ്റെ പ്രോങ്സ്, മുകൾ ഭാഗമാണ് ആ പ്രോങ്സ് കൊണ്ട് ഉദ്ദേശിച്ചത്. അതായത് when the prongs of the tuning fork vibrate continuously are in the region of high and low pressure formed intermittently in the air. അതായത് നമ്മളപ്പോൾ ട്യൂണിംഗ് ഫോർക്ക് സപ്പോസ് ഇത് ട്യൂണിംഗ് ഫോർക്കിൻ്റെ യു ഷേപ്പിലാണെന്ന് വിചാരിക്കുക. അതിങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ എന്താണ്? പ്രഷർ വേരിയേഷൻ ഉണ്ടാകുന്നുണ്ട്. ഇവിടേക്ക് പോകുമ്പോൾ ഇവിടെയുള്ള പ്രഷർ കൂടും, ഇങ്ങോട്ട് വരുമ്പോൾ ഈ ഭാഗത്തുള്ള പ്രഷർ കൂടും. അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ്ലി മൂവ് ചെയ്യുന്ന ടൈമിൽ അവിടെ ഒരു പ്രഷർ വേരിയേഷൻ ഉണ്ടാകുന്നില്ലേ? അങ്ങനെ പ്രഷർ വേരിയേഷൻ ഉണ്ടാകുന്നുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ പ്രഷർ വേരിയേഷൻ ഉണ്ടാകുന്നുണ്ട്. അതിലൂടെ എന്താണ്? ഹൈ പ്രഷർ റീജിയനും ലോ പ്രഷർ റീജിയനും ഉണ്ടാകുന്നുണ്ട്. സോ ഹൈ പ്രഷർ റീജിയൻ ആൻഡ് ലോ പ്രഷർ റീജിയൻ ആർ ഫൗണ്ട്. Compare the wave produced in the slingy with the wave produced by the tuning fork in the air. അതായത് ട്യൂണിംഗ് ഫോർക്കില്ലേ, എയറിലുള്ള ട്യൂണിംഗ് ഫോർക്ക് വൈബ്രേറ്റ് ചെയ്തപ്പോൾ പ്രഷർ ഡിഫറൻസ് ഉണ്ടായി. അതുപോലെ തന്നെ നമ്മൾ സ്ലിങ്കിയിലെ പാർട്ടിക്കിൾ മൂവ് ചെയ്ത സമയത്ത് കോയിൽസ് അടുത്ത് നിന്നപ്പോൾ അവിടെ ഒരു പ്രഷർ കൂടിയില്ലേ? അപ്പോൾ അവിടെ ഒരു പ്രഷർ വേരിയേഷൻസ് ഉണ്ടാവുന്നുണ്ട്. അതൊന്ന് കമ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 2 എക്സ്പെരിമെൻ്റ് നോക്കി. സ്ലിങ്കിൻ്റെ ഒരു എക്സ്പെരിമെൻ്റ് പറഞ്ഞു, ട്യൂണിംഗ് ഫോർക്കിൻ്റെ വൈബ്രേഷൻ പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായത് എന്താണ്? അവിടെ ഒരു പ്രഷർ വേരിയേഷൻ ഉണ്ടാവുന്നുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞു. പിന്നെ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് അല്ലേ? അപ്പോൾ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ഉണ്ടാകുന്ന സമയത്ത് അവിടെ ഒരു പ്രഷർ ഡിഫറൻസ് ഉണ്ടാകുന്നുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞു. ഇനി നമുക്ക് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് കൂടെ പറയാനുണ്ട്. നമ്മൾ അടുത്ത ക്ലാസ്സുകളിലായിട്ട് പറയും. അപ്പോൾ ഇപ്പോൾ പറഞ്ഞത് എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം പറഞ്ഞത് നമ്മളെന്താണ്? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന് ട്രാൻസ്ഫർ ചെയ്യാൻ മീഡിയം ആവശ്യമില്ല. അതിനുശേഷം നമ്മൾ പറഞ്ഞു മെക്കാനിക്കൽ വേവ്സ്. അത് 2 ടൈപ്സ് ഉണ്ട്. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് and longitudinal waves and transverse waves. ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ആണ്. അതിൽ നമ്മളിപ്പോൾ പറഞ്ഞത് പ്രഷർ വേരിയേഷൻ ഉണ്ടാവുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. അതിന് മുന്നേ നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട്? പാർട്ടിക്കിൾ പാരലായിട്ടാണ് മൂവ് ചെയ്യുന്നത്. പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുന്നത് പ്രൊപ്പഗേഷൻ ഓഫ് വേവിന് പാരലാണ് എന്നുള്ള കാര്യവും പറഞ്ഞു. ഇനി നമുക്കിതിൽ കുറച്ച് പോയിന്റ് കൂടെ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിൻ്റെ കാര്യങ്ങൾ പറയാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ട്രാൻസ്വേഴ്സ് വേവിനെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാനും ഉണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് നോക്കിയിട്ട് അടുത്ത ക്ലാസ്സിൽ വരിക. അപ്പോൾ ബാക്കിയൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.